ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം KSയിലെ കോബാറിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി ഏകദേശം 22 വർഷങ്ങൾക്ക് മുന്നേ 2002 നമ്മളെ കേരളത്തിൽ തന്നെ സൽക്കാരത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഈ ഒരു സൗദിയുടെ മണ്ണിൽ കാൽച്ചുവട്ടെടുത്ത് വെച്ച ഇന്ന് അദ്ദേഹം ഉള്ളത് KSയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥാപനമായ മോൺസ്റ്റർ ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ കോയ ഹസൻ കോയ സർ. അത് അറബിക്ക് പ്രൊണൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പോലും കൺഫ്യൂസ് ആയി. കുയസൻ കോയ. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. താങ്ക് യു സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു അവസരം നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. സാറ് നാട്ടിലും കോഴിക്കോട് പ്രോപ്പർലി കാലിക്കറ്റിൽ എവിടെയായിട്ട് വരും? കല്ലായി കടവത്ത് പാട്ടൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കോഴിക്കോട് ജില്ലേനെ കുറിച്ച് സാറിന് എന്ത് ഓർമ്മയല്ലേ നമ്മുടെ സ്വന്തം നാട്ടിനെ കുറിച്ച്? കാലിക്കറ്റ് പറയുകയാണെങ്കിൽ ഒരുപാട് കളിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും, ഭക്ഷണം, പിന്നെ തീർച്ചയായിട്ടും. കാര്യം നിങ്ങളുടെ നാട്ടിലോട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം ടു നമ്മള് കൊച്ചി വരെ വരുന്നതിന്റെ ഇടയിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷേ കൊച്ചിയിൽ നിന്ന് നമ്മളെ കാസർഗോഡോട്ട് വന്ന് എസ്പെഷ്യലി കോഴിക്കോട് ഏത് വീട്ടിലേക്ക് നമ്മൾ ജസ്റ്റ് അതുവഴി പാസ് ചെയ്ത പോലും നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി മക്കളെ എന്ന് പറയുന്ന ആൾക്കാരാണ്. അതാണ് അവിടുത്തെ ഒരു. അപ്പം നമ്മള് ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാൻ കാലിക്കറ്റിൽ തന്നെയാണ്, ഹിമായത്ത് ഇസ്ലാമിക് സ്കൂളിൽ വരെ. അത് കഴിഞ്ഞ് +2 പഠിച്ചത്. അന്ന് പ്രീ ഡിഗ്രി ആണ്. അത് കഴിഞ്ഞ് BCom ചെയ്തു. എന്നിട്ട് ഈ BComനൊക്കെ ശേഷം ഞാൻ കാലിക്കറ്റിൽ തന്നെ നാഷണൽ ഹോസ്പിറ്റലാണ് ആദ്യം ട്രെയിനിങ് ആയിട്ട് ഇതൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. ഹോസ്പിറ്റലിൽ എന്തായിരുന്നു? റിസപ്ഷനും ഇതായിരുന്നു. പിന്നെ ഞാൻ അടുത്ത വർഷത്തിൽ തന്നെ ഇക്ര ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ അന്ന് സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇക്രയിലേക്ക് അങ്ങോട്ട് ചേർക്കാറായിരുന്നു. അടുത്തൊരു നിമിഷം 2001 അതോടെ കഴിഞ്ഞ 2002 ഞാൻ സൗദിയിൽ മണ്ണിലേക്ക്. പക്ഷെ ഇതൊരു ബന്ധമില്ലാത്ത ഫീൽഡുകളാണല്ലോ. BCom ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടു നമ്മളെ ഈ ഒരു കമ്പ്യൂട്ടർ ട്രേഡിംഗ് ഫീൽഡ്. അതിലൊരു ഇതുണ്ട്, ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ അതില് എന്താ പറയാ, എൻ്റെ ബ്രദർ ഒക്കെ സൗദിയിൽ ജിദ്ദയിലായിരുന്നു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എത്തിയിട്ട് സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാവും നേരിടാനായിട്ട്. ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ സാർ എങ്ങനെ ഓവർകം ചെയ്തേ? എന്റെ ഒരു ഇതെന്താ വെച്ചാൽ ഡ്രീംസ് ഉണ്ടാവും, അതായിരുന്നു നമ്മൾ അച്ചീവ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ ഓവർകം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കമ്പനിയിൽ അവർ തന്ന ജോലിനെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം പ്രയത്നിച്ചു. ആ ഒരു പ്രയത്നം എനിക്ക് വളരെ ഇന്നുണ്ടായി, കൂടുതൽ പ്രചോദനം ഉണ്ടായി. ജീവിക്കാൻ ആഗ്രഹങ്ങൾക്കും നമ്മളെ ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ, തൻ്റെ ഇടം. തീർച്ചയായിട്ടും അത് ആ പുള്ളിയുടെ അടുത്തുണ്ടായി. നമ്മൾ ആദ്യം ചെയ്ത ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ നീ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആർട്സ് ആൻഡ് അഡ്വർടൈസിംഗ് കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? ഒരു 3.5 years. അവിടുത്തെ ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. അവിടെ തന്നെയാണ് എൻ്റെ ഒരു വർഷം കഴിഞ്ഞപ്പോ എൻഗേജ്മെന്റ്. കണ്ടുപിടിച്ചോ? ഞങ്ങള് ഒരു ഇതെന്താ വെച്ചാല് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ അധികം ഇത് ചെയ്യാം. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഫാമിലി റിലേറ്റീവ്സ് കല്യാണം ഇത് ചെയ്യല്. അപ്പൊ അതിലും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല, തിരഞ്ഞെടുക്കുന്നതിലും എളുപ്പമായിരുന്നു. പിന്നെ വേറെ ടെൻഷനും ഇല്ലല്ലോ, കാര്യം സ്വന്തം ഫാമിലിയാണ്, നമുക്കറിയാം. വീട് വിട്ട് പുറത്തു പോയില്ല, അപ്പൊ ഈസി ആയിരുന്നു ആ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഒരു വർഷത്തിൽ തന്നെ 1.5 വർഷത്തിനുള്ളിൽ കല്യാണം എല്ലാം. അപ്പം ഇവിടെ സൗദിയിൽ വന്ന് കാൽച്ചുവട് എടുത്ത് വെച്ചപ്പം തന്നെ നമുക്ക് സ്പോട്ടിൽ കല്യാണം കഴിഞ്ഞു. അത് രാജയോഗം എന്ന് പറയും. എന്നിട്ട് അതിനുശേഷം നമ്മുടെ അടുത്ത യാത്ര എങ്ങനെയൊക്കെയായിരുന്നു? മീൻസ് നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ കമ്പനി എന്നുള്ളത് ഞാൻ 2006 ഈ ഇപ്പം ഇരിക്കുന്ന സ്ഥാപനത്തിന്റെ
ആദ്യ ചുവടുവെപ്പ് മറ്റൊരു പാർട്ട്ണറായിട്ടായിരുന്നു. നമ്മളെ മുൻസ്റ്റാർ ട്രേഡിംഗ് അത് മൂൺസ്റ്റാർ ട്രേഡിംഗ് കമ്പനീൻ്റെ അല്ലായിരുന്നു. മറ്റൊരു എൻ്റെ ഒരു തന്നെ ഒരു കാലിക്കറ്റിലുള്ള ഒരു ഫാമിലി ഉള്ളവർ ഇത് ഫീൽഡാണ് ഐ ടി ഫീൽഡ്. അതെ അവരാണ് എന്നെ ഈ ഇതിലേക്ക് മാറ്റം ഒരു അഞ്ചാമത്തെ ഒരു നമ്മുടെ ഒരു ടേൺ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ നിലവിൽ നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങൾ IT സപ്ലൈ മെയിൻ ആയിട്ടുള്ളത്, കമ്പ്യൂട്ടേഴ്സ്, പ്രിന്റേഴ്സ്, ലാപ്ടോപ്സ്, അതുപോലെ ഹാർഡ്വെയർ. ഇതൊക്കെ നമ്മുടെ ഷോപ്പുകളിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്യാണ്. ഷോപ്പ് ഫസ്റ്റ് സ്റ്റേജ് ഞങ്ങൾ ഷോപ്പായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ള സ്റ്റേജ് പറയുന്നത് ഞങ്ങൾ കമ്പനീസുകൾക്ക് തന്നെ ഡയറക്റ്റ് ഇൻഡ്യൂസർ തന്നെ സപ്ലൈ ആണ് ചെയ്യുന്നത്. മീൻസ് അത് മാത്രമല്ല നമ്മള് എന്താ പറയാ ഹാർഡ്വെയർസ് മാത്രമല്ല സോഫ്റ്റ്വെയർസ് നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ടോ? ഇല്ല, സോഫ്റ്റ്വെയർസ് പറയുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളെ കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഹാർഡ്വെയർസ് ആണ്, കമ്പ്യൂട്ടേഴ്സ് സോഫ്റ്റ്വെയർസ് ആണ് ഞങ്ങൾ നോർമലി അല്ല. അല്ലാണ്ട് നമുക്കൊരു മീൻസ് നമ്മളൊരു IT ടെക്കിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡിന്റെ ഇടയിൽ നിന്ന് നമ്മളെ മൂൺസ്റ്റാർ ട്രേഡിംഗ് എങ്ങനെയാണ് സാർ നല്ല രീതിയിൽ മുന്നോട്ടുള്ളത്? ആ ഒരു വിജയ രഹസ്യം, ഒരു സക്സസ് മന്ത്ര എന്താണ്? അത് മാർക്കറ്റ് പൾസ് അറിഞ്ഞിരിക്കണം എന്നും വേരിയേഷൻസ് വാല്യൂലും നമ്മൾ മാർക്കറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇതിന്റെ രഹസ്യം അതല്ലാണ്. ഇനിയിപ്പോ നമ്മുടെ മൂൺസ്റ്റാർ ട്രേഡിംഗിന്റെ നിലവിൽ നമുക്ക് എത്ര സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങൾ 13 മെമ്പേഴ്സ് ആണ്. 13 മെമ്പേഴ്സ്. ആൾക്കാരുടെ നാട്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ സാറിനെ പിന്നെ കുഴപ്പമില്ല, ഞാൻ കണ്ടെടുത്തോളം കാലം ഇപ്പം ഒരാൾ ഇവിടെ കുറവുണ്ടെന്ന് പറഞ്ഞാലും അവിടെ വലിയൊരു ബാധകം ഉണ്ടാവും തോന്നുന്നില്ല. കാര്യം ഇവിടെ ഒരു ഓൾറൗണ്ടറാണ് ഇരിക്കുന്നത്, നമ്മുടെ അല്ലൂർജിനെ പോലെ തന്നെ. കാര്യം ആളറിയപ്പെടുന്ന ഒരു ഓൾറൗണ്ടറാണ്. കാര്യം ഡാൻസ് ആണോ ആക്ട് ആണോ അല്ലെങ്കിൽ അതേപോലെ സാറും അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ വല്ല പ്രിന്റിംഗ് മേഖല ആവട്ടെ അല്ലെങ്കിൽ ഇതാണോ, ഇവിടെ ഒരു പ്രിന്റർ കേട്ടാണെങ്കിലും വി ക്യാൻ മാനേജ് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ സാറിന് അറിയാം ഓരോ മനുഷ്യരിലും ഓരോ ആൾക്കാരുണ്ട് അവരെ സ്വാധീനിക്കാനായിട്ട്. പ്രത്യേകിച്ച് എന്റെയൊക്കെ ലൈഫിൽ എന്ന് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്റെ മാതാപിതാക്കളാണ്. സാറിന്റെ ലൈഫിൽ സാറിന്റെ മാതാപിതാക്കള് എത്രമാത്രം സ്വാധീനം പുലർത്തിയിട്ടുണ്ട്? ഒരാളോ ഞങ്ങളെ അവര് ഒരുപാട് പ്രചോദനം ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ തന്നെ. എങ്ങനെ നമ്മൾ യെസ് ഓർ നോ എന്ന് പറയാൻ പഠിപ്പിച്ചത് അവരെന്നാണ് ജീവിതത്തിൽ. കറക്റ്റായിട്ട് പറയേണ്ട യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം, പറയേണ്ടടുത്ത് നോ പറയണം. അത് ഇന്നത്തെ കാലത്ത് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വാചകമാണ്. അവർ എവിടെ നിൽക്കണമെന്നും എവിടെ പോകുന്നത് കറക്റ്റായിട്ട്. ഫാദറിന്റെ പേര് അഹമ്മദ് കോയ, ഉമ്മയുടെ പേര് ഇമ്പിച്ചി. അപ്പം ഒറ്റമകനാണോ? അല്ല, ഞാൻ എന്റെ ഉമ്മയുടെ 12ാമത്തെ മകനാണ്. 12ാമത്തെ മകൻ. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ഒരുപാട് ഫാമിലിയും തന്നെ ഒരുപാട് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പാഠങ്ങളും പഠിക്കാൻ പറ്റി. സാറ് 12. അപ്പൊ സാറാണ് അവസാനത്തോ? അല്ല, എന്റെ സിസ്റ്റർ ഉണ്ട്. ഇനിയൊരു സിസ്റ്റർ ഉണ്ട്. 13 മക്കളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇവിടെ എത്തിയപ്പോ നമുക്ക് എന്താ പറയാ ഒരു രാജയോഗം കിട്ടിയെന്ന് പറഞ്ഞു നമ്മുടെ ജീവിത പങ്കാളി. വൈഫിന്റെ പേര് സ്വാദ. മക്കൾ എത്ര പേരാ? 2 പേരാണ്. അവരെന്ത് ചെയ്യുന്നു? ഒരേ പേരില്ല. മൂത്തവൻ 11th പഠിക്കുന്നു ഇന്ത്യൻ സ്കൂൾ, ഇന്റർനാഷണൽ സ്കൂൾ ഇവിടെ തന്നെ. സെക്കൻഡ് അർമാൻ 8th. രണ്ടും അറബിക് നെയിം ആണല്ലോ. ഇവിടെ ഉള്ളതല്ല, ചേഞ്ച് അവിടെ ആയിരുന്നു. ഹാപ്പി ഫാമിലി. ഇനി സാറിന്റെ ഒരു ഫ്യൂച്ചർ വിഷൻ, ഫ്യൂച്ചർ ഡ്രീം എന്ന് വെച്ചാൽ സാറിന്റെ ഉത്തരം എന്തായിരിക്കും? ലൈഫിൽ ഒരുപാട് സ്വപ്നം കാണും. സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രയത്നിക്കണം. എനിക്ക് APJ അബ്ദുൽ കലാം സാറിന്റെ വേർഡിങ്സ് ആണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് ഡ്രീം ഇറ്റ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. സാറിന് ഇത്രയും വർഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു 2002 തൊട്ട് ഇവിടം വരെ തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന്റെ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? എൻ്റെ ആദ്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എൻ്റെ ബോസിനോട്. അദ്ദേഹം നമുക്ക് മാക്സിമം നമ്മളെ മോൾഡ് ചെയ്തെടുത്തു. അത് സത്യമായിരുന്നു. നിങ്ങൾ ആദ്യത്തെ നേരത്തെ ചോദിച്ച പോലെ എൻ്റെ ഡ്രീംസ് കം ടു ദ ട്രൂത്ത് ആണുള്ളത്. പുള്ളിയുടെ ഒരു ക്വാളിറ്റി ആയിരിക്കാം എന്നെ ഈ ലെവലിലെത്താൻ സഹായിച്ചത്. ഗ്രേറ്റ്. അപ്പം എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ സാർ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ഈ മൂൺസ്റ്റാർ ട്രേഡിംഗ് എന്ന് പറയുന്ന സംരംഭം ഇനിയും നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ ഹയറാക്കി തരട്ടെ എന്ന് ഞാനും വേണ്ടുകയാണ്. എന്തായാലും ഇത്രയും തിരക്കേറിയ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു സോ മച്ച്.
All the best for your future vision and future താങ്ക് യു ventures. താങ്ക് യു